MSC ഐറിന മോൺട്രോവിയ ഇന്ന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് തിരിച്ചു പോകുന്നു എന്ന വാർത്തയറിഞ്ഞ് ആ ദൃശ്യങ്ങളെ ചിത്രീകരിക്കാനായി നമ്മളിവിടെ വന്നതാണ്. വിഴിഞ്ഞത്തെ മത്സ്യബന്ധന ഹാർബറിനടുത്താണ് നമ്മളുള്ളത്. അവിടുത്തെ ചർച്ചിനടുത്ത് അവിടെ നിന്നാൽ കിട്ടുന്ന കാഴ്ച ഇപ്രകാരമാണ്. ഇവിടെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഇവിടെ നിന്ന് തിരിച്ച് കറങ്ങി പോകുന്നത് ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ആ അത്ഭുതമായ ദൃശ്യത്തെ നമുക്ക് കാണാം എന്ന് കരുതി ആണ് നമ്മളിവിടെ എത്തിയത്. ഇന്ന് രാവിലെ 9 മണിക്ക് ഇവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞ ആ മദർഷിപ്പ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ സമയം 1 മണിയായി. എൻ്റെ ഒരു സുഹൃത്താണ് വിളിച്ചു പറഞ്ഞത്, മദർഷിപ്പ് പോയിട്ടില്ല, 1 മണിക്കകത്ത് പോയാൽ കാണാമെന്ന്. പക്ഷേ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ അതിവിടെ തന്നെ ഉണ്ട് എന്ന് കാണുമ്പോൾ. എത്ര മനോഹരമായ ഒരു സമുദ്ര തീരമാണെന്നറിയോ വിഴിഞ്ഞം. ഇന്ന് ആ വിഴിഞ്ഞത്തിന് പൊൻതൂവലായി, ഒരു കിരീടമായി വിഴിഞ്ഞത്ത് ഈ ഒരു നമുക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം ഇനിയും ഒത്തിരി വികസന സാധ്യതയുള്ള ഹാർബർ. ഈ ഹാർബറിലേക്ക് വന്ന മദർഷിപ്പ്, അതും ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകളുടെ നിരയിൽപ്പെട്ടത് തന്നെ. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ മാത്രമല്ല കേട്ടോ, ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ട്. വളരെ സങ്കടകരമായ ഒരു കാര്യമുണ്ട്. എല്ലാറ്റിലും നമ്മൾ പറയില്ലേ, ഒരു വർഗവിവേചനം ഉണ്ട് എന്ന്. നവമാധ്യമങ്ങൾക്ക് എവിടെയും എൻട്രി നൽകാറില്ല, നമുക്ക് ഒന്നിൻ്റെയും പാസ് കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ദൂരെ നിന്ന് മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥലത്ത് പോയി നിന്ന് ഒക്കെയാണ് വിഷ്വൽ പകർത്തിയെടുക്കുന്നത്. അത് ചെറിയൊരു സങ്കടം തന്നെയാണ്. അതിനൊക്കെ ഭാവിയിൽ പരിഹാരം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, അങ്ങ് ദൂരെ ആ MSC ഐറിന. നമുക്കൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം. ഇപ്പോൾ സമയം 1 ആയിരിക്കുന്നു. കുറേ അധികം ദൂരെയാണ് നമ്മൾ ഈ ഒരു ഷിപ്പിനെ ഇവിടെ നിന്ന് കാണുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വിഴിഞ്ഞത്ത് ടൂറിസ്റ്റുകൾ ഏറെ വരുന്ന മറൈൻ അക്വേറിയത്തിൻ്റെ അടുത്താണ്. അവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ പകർത്തുന്നത്. അങ്ങ് ദൂരെ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് തിരികെ വരുന്നുണ്ട്. ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ഷിപ്പിനെ അടുത്ത് കാണുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലെങ്കിലും. ഇതിപ്പോൾ നമ്മൾ ദൂരെ നിന്ന് ഫോക്കസ് ചെയ്ത് എടുത്ത ഒരു വിഷ്വലാണ്. നമ്മളടുത്തൊന്നും പോയിട്ടില്ല. സാറ്റലൈറ്റ് മീഡിയാസിന് മാത്രമേ ആ ബെർത്തിനടുത്ത് പോകാൻ സാധിക്കൂ. ഒരു പക്ഷേ നമുക്കതിൽ ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്, ഇത്രയും ജൈൻ്റ് ആയിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഏറ്റവും അടുത്ത് ചെന്ന് ആകാശത്തേക്ക് നോക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വിഷ്വൽ ആയിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ തോന്നുക. ഇവിടെ അതിശക്തമായ തിരമാലകളുണ്ട്. പക്ഷേ വിഴിഞ്ഞം വല്ലാത്ത ഭംഗിയുള്ള ഒരു കടൽ തീരമാണ്, ഒരു കടലാണ്. എത്ര തവണ വന്നാലും നമുക്ക് മടുപ്പ് തോന്നില്ല. ഇവിടെ നിന്ന് കാണുമ്പോൾ ആ കണ്ടെയ്നേഴ്സൊക്കെ ഒരു കടുകുമണിയുടെ അത്രയല്ലേ ഉള്ളൂ അല്ലേ? കണ്ടെയ്നേഴ്സ് ഓരോന്നും എത്ര വലുതാണ് നമുക്കറിയാലോ. നമ്മുടെ തീരത്തേക്ക് ഒക്കെ വന്നടിഞ്ഞ കണ്ടെയ്നറിൻ്റെ വലിപ്പം നമുക്ക് നല്ല ധാരണയുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം കണ്ടെയ്നേഴ്സിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏകദേശം 3 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ഷിപ്പാണ് ഇത്. ഇപ്പോഴും കണ്ടെയ്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനാകും. ലോഡ് ചെയ്യുകയാണോ, ഇപ്പോൾ ലോഡ് ചെയ്യുകയാണ് എന്നാണ് തോന്നുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഈ 1 മണിക്ക് ഇന്നിവിടുന്ന് ഇത് പോകലുണ്ടാവില്ല. ഇപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വളരെ ദൂരെ നിന്ന് കൗതുകത്തോടെ ആസ്വദിക്കുന്നത് പോലെ അല്ലല്ലോ. ഷിപ്പിൻ്റെ കറക്റ്റ് ബാലൻസൊക്കെ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോ കണ്ടെയ്നേഴ്സും അതാത് സ്ഥലങ്ങളിൽ വയ്ക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചെക്കിംഗ് സിസ്റ്റവും സംവിധാനവും ഒക്കെ ഉള്ളതായിരിക്കും, നമുക്ക് ചിന്തിക്കാവുന്നതിലുമപ്പുറം. ഇവിടെ നിന്ന് ഈ മനോഹരമായിട്ടുള്ള പള്ളിയെ ഓരോ തവണ വരുമ്പോഴും ഞാൻ കാണാറുണ്ട്. ദർഗാ ഷെരീഫ്. നമ്മുടെ ഈ പ്രപഞ്ചം എത്ര
സുന്ദരമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴൊക്കെയാണ്, ഇങ്ങനെയുള്ള സമുദ്രതീരത്തെ കാഴ്ചകൾ കാണുമ്പോൾ. പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കടല്. കടലിൻ്റെ അടുത്തേക്ക് വന്ന് ഇരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ. മഴ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറിയുന്നതാണ് അവരെ അടുത്ത്. ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്, ഇരുമ്പ് വസ്തുക്കളെല്ലാം ഈ ഉപ്പ് കാറ്റേറ്റ് പെട്ടെന്ന് തുരുമ്പിച്ചു പോകും. മഴക്കാറുണ്ട്, കടല് പ്രക്ഷുബ്ധമാണ് കേട്ടോ, വലിയ തിരമാലകളുണ്ട്. എങ്കിലും വല്ലാത്ത ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുമുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെയാണ് കാലവർഷം അതിശക്തമായി പതിക്കാത്തത്. ഞാൻ ആ ഒരു ഹാർബറിൻ്റെ ചിത്രം വരച്ചു. എന്തിനെന്നറിയോ? ആ ഹാർബർ എന്ന് പറയുന്ന ബർത്ത് ഏരിയയിലെ നിശ്ചലത നിങ്ങളെ കാണിക്കാനാണ്. പുലിമുട്ട് യു പോലെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. മേലെ 10 മീറ്ററും താഴെ അതിൻ്റെ 10 ഇരട്ടിയും വീതിയുള്ള ഒരു യു ബ്ലോക്ക്. അതിൻ്റെ പുറത്തു മാത്രമേ തിരമാല വന്ന് അടിക്കൂ. അതുകൊണ്ട് തന്നെ മദർഷിപ്പ് അല്ലെങ്കിൽ ഷിപ്പുകൾ വന്ന് അടുക്കുന്ന ബർത്ത് ഏരിയയിലെ ജലം, കടൽ നിശ്ചലമായി കിടക്കും. അത് ഏകദേശം 24 മീറ്റർ ആഴമുള്ളതാണ് എന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ. ഇനിയും വികസന സാധ്യത ഏറെ ഉള്ളതാണ് നമ്മുടെ വിഴിഞ്ഞം ഹാർബർ. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇതിൻ്റെ ഒരു ആദ്യ ഘട്ടം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇനി മുന്നോട്ട് വിഴിഞ്ഞത്തിൻ്റെ വികസന സാധ്യത എന്ന് പറയുന്നത് പ്രവചിക്കാൻ കഴിയാത്ത വിധം അത്ര അപ്പുറമാണ് എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ. എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പക്ഷേ ഈ ഷിപ്പ് ഇനിയും സമയമെടുത്തേക്കാം. ചിലപ്പോൾ രാത്രി മാത്രം ഇവിടുന്ന് പോകൂ, അഥവാ നാളെ പുലർച്ചെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഈ വിഷ്വൽ ചിത്രീകരിക്കാനായി വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും ഭംഗി എനിക്ക് തോന്നുക മിക്കപ്പോഴും ഈ കടലിനാണ്. കടല് എപ്പോഴും സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. കടൽ പറയുന്ന കഥകൾ കണ്ടിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴെങ്കിലും മനസ്സ് ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ഞാൻ മാത്രമല്ലെന്ന് തോന്നുന്നു, പലരും കടൽ തീരത്തേക്ക് വരും. കടലിലേക്ക്, ആ ചക്രവാളത്തിലേക്ക് നോക്കിയിരിക്കും അല്ലേ. അങ്ങനെ ഒരു പക്ഷേ ചില അവസരത്തിലെങ്കിലും മനസ്സിന് ശാന്തത കിട്ടിയ ഒരു എൻവറോൺമെൻറ്റ്, ഒരു പരിസ്ഥിതി തന്നെയാണ് ഈ കടലിൽ നിന്ന്, കടലിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. എല്ലാവർക്കും അങ്ങനെയൊന്നും ആവണമെന്നില്ല. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ കാഴ്ചകൾ ചിത്രീകരിക്കുന്നതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ടെട്രാപോഡ് ഉണ്ടല്ലോ, അത് എത്ര വലുതാണെന്നറിയോ? ഈ ടെട്രാപോഡുകൾ എന്ന് പറയുന്നത് തിരമാലയെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പുലിമുട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അങ്ങ് ദൂരെ മറ്റൊരു MSCയുടെ കപ്പൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. അത് ഇത്ര വലുതല്ല കേട്ടോ, മദർഷിപ്പല്ല. അങ്ങനെ നമ്മുടെ ഷിപ്പ് ഒരുപക്ഷെ സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുന്നതാവാം. പല പല സെഗ്മെൻറ്റിലൂടെ മാത്രമേ ആ വെസലിനെ ഇവിടെ നിന്ന് മുന്നോട്ട് അന്താരാഷ്ട്ര കപ്പൽ കനാലിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ ടക്ക് ബോട്ടുകളുടെ സഹായത്തോടെ. അതെപ്പോഴാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞാൽ നമ്മൾ ഇനിയും വരും. ഇന്നാണെങ്കിൽ ഇന്ന്, നാളെ ആണെങ്കിൽ നാളെ. ധാരാളം വീഡിയോസ് ഉണ്ട് ഈ ഷിപ്പിൻ്റെ അകത്തെ പ്രവർത്തനങ്ങളെ വിശദീകരിച്ച് തരുന്നത്. ഞാനത് നോക്കിയായിരുന്നു. ഒരാൾ മാത്രം സ്റ്റാർട്ട് ചെയ്ത് ചാവി കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് വളച്ചുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. ഈ കാണുന്ന വിഷ്വൽ എന്താണെന്നറിയോ? തിരമാലകൾക്ക് മുകളിൽ ഹോമിയോ ഗുളിക മാതിരി ആ പ്ലാസ്റ്റിക് അന്ന് വന്നില്ലേ കൊച്ചിയിൽ, അന്ന് അപകടത്തിൽപ്പെട്ട ബോട്ടിലെ വലിയ ഷിപ്പിലെ കണ്ടെയ്നറിലുണ്ടായിരുന്ന റാ മെറ്റീരിയൽ, പ്ലാസ്റ്റിക് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന റാ മെറ്റീരിയൽ ഇപ്പോഴും ഈ തിരമാലകൾക്കു മേലെയും ഈ തീരത്തിലുമൊക്കെ നിറയെ ഉണ്ട്. അതാണ് ഇങ്ങനെ കിടക്കുന്നത്, ഒരു നുര പതഞ്ഞു കിടക്കുന്നത് പോലെ. അങ്ങ് ദൂരെ തലയെടുപ്പോടെ തന്നെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. ഇതിന് ഇനിയും വൻ വികസന സാധ്യതകൾ ഉണ്ട്. ഇതിൻ്റെ ആദ്യഘട്ടം മാത്രമേ ഇപ്പോൾ പൂർണ്ണമാക്കിയിട്ടുള്ളൂ. ഇനിയും ഇതിൻ്റെ എത്രയോ 10 മടങ്ങ് ഇതിൻ്റെ കപ്പാസിറ്റി, ഇതിൻ്റെ ഉൾക്കൊള്ളാനുള്ള കഴിവ് വർദ്ധിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ദൂരെ ലൈറ്റ് ഹൗസ് ബീച്ച് കാണാം. നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ?
ഞാൻ സത്യത്തിൽ ഇത്തവണ ഇവിടെ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. MSc ഐറിന ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുമെന്നായിരുന്നു അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു, MSc ഐറിന ഇന്ന് നമ്മുടെ വിഴിഞ്ഞം തീരം വിട്ടിട്ടുണ്ടാകും, അത് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് 1 മണിയോടുകൂടിയാണ് പോകുന്നതെന്ന്. ഞാൻ പിന്നെ ഉടനെ റെഡിയായി ഇവിടേക്ക് വരികയായിരുന്നു. വന്നപ്പോൾ സമാധാനമായി അങ്ങ് ദൂരെ സമുദ്രത്തിൻ്റെ റാണി, അമ്മ മഹാറാണി എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കും, ഇവിടെ കിടപ്പുണ്ട്. ഒരു വല്ലാത്ത ഐശ്വര്യമാണ്, വല്ലാത്ത ഭംഗിയാണ്. ഞാൻ ദുബായിലിരുന്ന് ശരിക്കും ജബലലി എന്ന് പറയുന്ന തുറമുഖത്തെ അറിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഒരു നാടിനെ മാറ്റിമറിക്കാൻ വികസനത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശ്രേണിയിൽ, മരുഭൂമി ആയാലും ഇനി അതിനേക്കാൾ ഗതികെട്ട എന്തെങ്കിലും ആയാലും ശരി, ആ ഒരു വലിയ മാറ്റത്തിന് കാരണമാകുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ തുറമുഖങ്ങൾ. തുറമുഖം വന്നതോടുകൂടി നമ്മുടെ തലവര മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ ക്രെഡിറ്റ് ആയാലും നമുക്ക് പ്രശ്നമല്ല. ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ച നമ്മുടെ ഭരണാധികാരികൾ ഒരുപാട് പേരുണ്ടാവും, പല കാലങ്ങളിലായിട്ട്. അന്ന് ഇതിൻ്റെ ചർച്ച തുടങ്ങിയവർ, ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയവർ, തറക്കല്ലിട്ടവർ, അവസാനം ഇത് സാക്ഷാത്കരിച്ചവർ. അതൊരു വലിയ സംഘമാണ്. എല്ലാവർക്കും ഹൃദയത്തിൽ ചേർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സാഫ്രോൺ.